രാജ്യ തലസ്ഥാനത്തേക്ക് പോവാം. എന്തായിരുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്നിരുന്നത്? പാറ്റാക്കൂട്ടത്തിന്റെ വലിയ കൂട്ടപ്പറക്കൽ ആണ് നടന്നത്. പക്ഷെ അത് ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളത്. ഇല്ല, അവരൊരു അഴിഞ്ഞാട്ടത്തിനും അക്രമത്തിനും ഒക്കെ കാര്യമായി ശ്രമിച്ചെങ്കിലും അത്ര കണ്ട് ഡൽഹി പോലീസിനെ അങ്ങ് പ്രകോപിപ്പിച്ച് ഇരവാദം മുഴക്കാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അത്ര കണ്ടൊന്നും നടന്നില്ല. ഡൽഹിയിലുണ്ടായ CJP ആക്രമണത്തിൽ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഡൽഹി പോലീസിലെയും സെൻട്രൽ പോലീസ് ഫോഴ്സിലെയും അംഗങ്ങളാണ് ആക്രമണത്തിന് ഇരയായത്. വിലക്കുകൾ ലംഘിച്ചു മുന്നേറിയ അക്രമിക്കൂട്ടം പോലീസിന് നേരെ കല്ലേറും അക്രമവും അഴിച്ചുവിട്ടു. സംഭവത്തിൽ 70 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി രാജ്യ തലസ്ഥാനത്ത് നിന്നും എസ് നന്ദഗോപനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നന്ദൻ, ഇന്നലെ ആ ഡൽഹിയിൽ നടന്ന അഴിഞ്ഞാട്ടം, പേക്കൂത്ത് എന്നൊക്കെ പറയേണ്ടി വരും, ഇതെല്ലാം നേരിട്ട് കണ്ടയാളാണ് നന്ദൻ. ഇപ്പോൾ എന്താണ് ആ സമര പന്തലൊക്കെ അങ്ങ് പൊളിച്ചു നീക്കി ഡൽഹി പോലീസ്, അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? കാരണം തീർത്തും സമാധാനപരമായി മാത്രമേ ഞങ്ങളൊരു സമരം നടത്തൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വാക്കുകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അനുമതി പോലും ഇല്ലാതെയാണ് ഇത്തരം സമര പരിപാടികൾ നടത്തിയത്. ഇന്ന് ഏത് നിലയിലാണ് അവരുടെ സമര പരിപാടി? ഇന്നലെ അവർ മുന്നോട്ട് വെച്ച സമര പദ്ധതികളെല്ലാം പൊളിഞ്ഞുപോയി. ഇന്ന് ഏത് നിലയിലായിരിക്കും ഇവർ ഒരു സമര പ്രതിരോധം തീർക്കുക? നന്ദഗോപൻ. ഗുഡ് മോർണിംഗ് വിനോദ്, ആതിര. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ജന്തർ മന്ദിറിലാണ്. അതായത് പാറ്റാക്കൂട്ടത്തിൻ്റെ സമരവേദിക്ക് മുന്നിലാണ്. ഇന്നലെ ഈ വേദി ഏതാണ്ട് പോലീസും അതേപോലെ തന്നെ കേന്ദ്രസേനയും ചേർന്ന് ഇത് ഏകദേശം പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ ഇത് വീണ്ടും ഉയർത്തുകയാണ് പാറ്റാക്കൂട്ടം ചെയ്യുന്നത്. അഭിജിത് ദീപക് അടക്കമുള്ളവർ ഈ വേദിയിലുണ്ട്. അല്പസമയം മുമ്പ് അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇവിടേക്ക് ഈ പ്രേക്ഷകർക്ക് കാണാൻ ഒന്ന് ക്യാമറ അമൽ അവിടേക്കൊന്ന് തിരിച്ചു കാണിക്കാം. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് ഒരു 50-60 അവസ്ഥ. ഇന്നലെ ഏതാണ്ട് 1000-ലധികം ആൾക്കാർ സംഘടിക്കുകയായിരുന്നു രാജ്യ തലസ്ഥാനത്ത്. പ്രത്യേകിച്ച് ജന്തർ മന്ദിറിൽ വലിയ രീതിയിൽ ഒരു ജനക്കൂട്ടം എത്തിയിട്ട് അത് DUവിൽ നിന്നും, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതേപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിൽ നിന്നും, JNUവിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അവർ ഇന്നലെ ഈ സമരത്തിൻ്റെ പേരിൽ, പാർലമെന്റ് മാർച്ച് നടത്താൻ എന്ന പേരിൽ ജന്തർ മന്ദിറിൽ സംഘടിക്കുകയായിരുന്നു. പിന്നീട് നടന്നത് ഒരു അക്രമത്തിൻ്റെ ഒരു വലിയ കടലായിരുന്നു. പോലീസിന് നേർക്ക് കരിങ്കല്ലെറിയുന്നു, വലിച്ചെറിയുന്നു, കമ്പിവടികൾ വലിച്ചെറിയുന്നു. അങ്ങനെ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു ഇന്നലെ കാര്യങ്ങൾ പോയിരുന്നത്. അതായത് പോലീസിനെ ഏത് രീതിയിലും ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസ് തീർത്ത ബാരിക്കേഡുകൾ പൊളിച്ച് പാർലമെന്റിനുള്ളിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം പോലീസ് വലിയൊരു ലാത്തിചാർജിലേക്കൊന്നും കടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പോലീസ് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് മാത്രമായിരുന്നു. മറിച്ച് ഒരു ലാത്തിചാർജിലേക്കോ മറ്റോ പോയിരുന്നെങ്കിൽ അതൊരു പക്ഷേ വലിയ സ്റ്റാമ്പേഡോ അല്ലെങ്കിൽ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ വീണ്ടും ഇവർ രംഗത്ത് വന്നേനെ. എന്നാൽ അത്തരം ഒരു ഇരവാദം ഉന്നയിക്കുവാനുള്ളൊരു അവസരം പോലീസ് നൽകിയില്ല എന്നുള്ളതാണ്. മറിച്ച് പോലീസ് വളരെ കൃത്യമായി സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ ഒരു പ്രതിഷേധത്തെ നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇന്നിപ്പോൾ സ്ഥിതി എന്താണ് എന്നുള്ളതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നലത്തെ അത്ര ഒരു വിദ്യാർത്ഥികൾ ഇന്ന് സംഘടിക്കാൻ ഡൽഹിയിലെ ഇന്നത്തെ സമര രീതികൾ എന്തെല്ലാമാണ് എന്നതിന്റെ ഒരു വിശദീകരണമാണ് നന്ദഗോപൻ നൽകിയത്. ശബ്ദ സംവിധാനത്തിൽ നേരിയ തകരാറുണ്ട്. അതെ. മറ്റൊരു കാര്യം കൂടി വിനോദേട്ട, ഇന്നലെ മറ്റു മാധ്യമങ്ങളൊക്കെ ഉണ്ട്, മലയാള മാധ്യമങ്ങൾ, പ്രമുഖർ, അവരെല്ലാം സത്യത്തിൽ ഈ പാറ്റക്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കേരളത്തിലെ ഈ ചില മാധ്യമങ്ങൾക്കിടയിലാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഡൽഹി പോലീസ് ഇത്രയും സംയമനം പാലിച്ച് നിൽക്കുമ്പോഴും ഇവിടെ മലയാള മാധ്യമങ്ങൾ പടച്ചു വിട്ടിരുന്നത് അയ്യോ CJP പ്രൊട്ടസ്റ്റ് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ കല്ലും കമ്പും ഇഷ്ടികയൊക്കെ ആയിട്ട് ഇവർ യഥാർത്ഥത്തിൽ ആക്രമിച്ചത് ആരെയായിരുന്നു? പോലീസിനെയായിരുന്നു എന്നുള്ളതാണ്. അതെ, അവരുടെ 2ാം ദിവസത്തെ സമര പരിപാടികൾ അതിലേക്ക് കൂടുതൽ ആളുകൾ ഇന്നെത്താൻ സാധ്യതയില്ല എന്നാണ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നത്.